ഹായ് എവ്രി വൺ, വെൽക്കം ടു കെംഫോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് HSAയുടെ മൊഡ്യൂൾ 7-ൽ നിന്നും കെമിക്കൽ കൈനറ്റിക്സിൻ്റെ പോർഷനിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾമോസ്റ്റ്. സോ കെമിക്കൽ കൈനറ്റിക്സിലാണെങ്കിൽ തന്നെയും ഈ പറയുന്ന ടോപ്പിക്കുകൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ലോ ഓർഡർ, മൊളിക്കുലാരിറ്റി, പിന്നെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഹാഫ് ലൈഫ്, അരീനിയസ്, ദെൻ കൊലിഷൻ, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറീസ്, heterogeneous and homogeneous catalysis and enzyme catalysis. ഇത്രയും പോർഷൻസ് ആണ് വരുന്നത്. ഇതെല്ലാം തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. സോ നമുക്ക് ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ എല്ലാ പോർഷൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. സോ നമുക്ക് 1 by 1 ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തേത്, താഴെ നൽകിയിരിക്കുന്ന റിയാക്ഷൻ്റെ ശരിയായ റേറ്റ് എക്സ്പ്രഷൻ അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിയാക്ഷൻ എന്ന് പറയുന്നത് 2HI gives H2 plus I2. സോ നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ആവറേജ് റേറ്റ് ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ വെച്ച് എഴുതാം. അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണെങ്കിൽ നമ്മൾ -d/dt ഡെറിവേറ്റീവ് വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. നമുക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലും കൂടി ഒന്ന് നോക്കുക. കാരണം ഓപ്ഷനിൽ നിന്ന് വേണം നമ്മൾ എന്ത് രീതിയിലാണ് നമ്മൾ ആൻസർ കാണേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപാടെ സോൾവ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഉണ്ടാവില്ല ഏത് രീതിയിലാണ് നമുക്ക് ഉത്തരം വരിക എന്നുള്ളത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്ഷൻസിൽ നമുക്കെല്ലാം തന്നെ ഡെൽറ്റയുടെ ടേംസിലാണ് വരുന്നത് അല്ലേ. ഡെൽറ്റ H2/ΔT ആ ഒരു രീതിയിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് അല്ല, ആവറേജ് റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡാകുമ്പോൾ നമ്മൾ നെഗറ്റീവ് കൊടുക്കേണ്ടി വരും. -1/2 കോഎഫിഷ്യൻ്റ് എന്താണോ അതെന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ ആ ഒരു കോഎഫിഷ്യൻ്റ്, ആ ഒരു രീതിയിലാണ് വരിക. കാരണം നമ്മളിവിടെ 2 മോളുകളാണ് റിയാക്ട് ചെയ്യുന്നത്, ബട്ട് നമുക്ക് 1 മോൾ റിയാക്ട് ചെയ്യുമ്പോഴുള്ള റേറ്റ് ആണ് നമ്മൾ എഴുതുക. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, -1/2 ΔHI ഡിവൈഡഡ് ബൈ ΔT വിച്ച് ഇസ് ഈക്വൽ ടു, പ്രൊഡക്റ്റ് സൈഡ് ആകുമ്പോൾ പോസിറ്റീവ് ആണ്. ഈ നെഗറ്റീവ് സൈന് കാണിക്കുന്നത് ആക്ച്വലി ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷനെയാണ് കാണിക്കുന്നത്. കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് നമുക്ക് അറിയിക്കാനാണ് ഈ മൈനസ് വരുന്നത്. പ്രൊഡക്റ്റ് സൈഡ് ആകുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കൂടുകയാണല്ലോ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ΔH2/ΔT വിച്ച് ഇസ് ഈക്വൽ ടു ΔI2 ഡിവൈഡഡ് ബൈ ΔT. ഇതിപ്പോൾ നമുക്ക് ആവറേജ് റേറ്റ് ആയതുകൊണ്ടാണ് ഡെൽറ്റയുടെ ടേംസിൽ വന്നത്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണെങ്കിലോ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ടേംസിലായിരിക്കും അപ്പോൾ എഴുതുന്നത്. നമ്മളിങ്ങനെ -d/dt ഓഫ് ആ ഒരു കോൺസെൻട്രേഷൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് -ΔHI/ΔT ഈസ് ഈക്വൽ ടു 2 × ΔH2/ΔT. ഈ ഒരു ആൻസർ ആക്ച്വലി കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു 2നെ ഈ ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. -ΔHI/ΔT ഈസ് ഈക്വൽ ടു 2 × ΔH2/ΔT. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തതായിട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക എയും ഡിയും 295 കെൽവിനിൽ പ്രവർത്തിച്ച് ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തിന് ഉചിതമായ റേറ്റ് എക്സ്പ്രഷൻ തിരഞ്ഞെടുക്കുക. സോ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് റഫായിട്ട് എഴുതുകയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D2. ബട്ട് നമുക്ക് ഈ എത്രയാണ് ആ ഒരു റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പവർ നമുക്കറിയില്ല. സോ നമുക്ക് ഇവിടെ എക്സ് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു എക്സും വൈയും ആണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് D2ലുള്ള വ്യത്യാസം കാണാം. അതേപോലെ D2നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് എയിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് കാണാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ എനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. ഈ 2 കേസിലും എ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. .05 ആണ്, ചേഞ്ച് ഇല്ല. എന്റെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഇല്ല. D2 നോക്കിയേ, ഇവിടെയാണെങ്കിലോ ×3, അതായത് 3 ടൈംസ് കൂടുന്നുണ്ട്. അപ്പോൾ റേറ്റിൽ എന്ത് സംഭവിക്കുന്നു, 3 ടൈംസ് കൂടാണ് ചെയ്യുന്നത്. സോ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റേറ്റ് 3 ടൈംസ്, അതായത് ഒരേ തോതിലാണ് കൂടുന്നത്. സോ D2ൻ്റെ പവർ ഈ y എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, D2നെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. ഈ 2 കേസിലും D2 സെയിം ആണ്. സോ നമുക്കിവിടെ എയിലുള്ള വ്യത്യാസം നോക്കാം. എയിൽ എന്ത് വരുന്നു, 3 ടൈംസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെയാണെങ്കിലോ 9 ടൈംസ് കൂടി. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ 3 ആയിട്ട് ഡബിൾ ചെയ്യുന്ന സമയത്ത്, 3 ഇരട്ടി എടുക്കുന്ന സമയത്ത് റേറ്റ് 9 ടൈംസ് കൂടാന്നാണ് പറയുന്നത്. സോ എന്തായിരിക്കും റേറ്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഓർഡർ ആയിരിക്കും ആ ഒരു റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. കാരണം
നമ്മളിപ്പം എൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ, റേറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇനി നമ്മൾ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, 3a സ്ക്വയർ എന്ന് വരും. അതായത് 9 ടൈംസ് എ സ്ക്വയർ. ഇനീഷ്യൽ റേറ്റിൻ്റെ 9 ടൈംസ് ആണ് കൂടിയത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊരു സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ എക്സ് എന്ത് വരും, 2 വരും. ഫൈൻ. സോ എക്സിൻ്റെ വാല്യൂ 2ഉം സോ എ റേസ് ടു 2ഉം d2 റേസ് ടു 1ഉം y എന്ന് പറയുന്നത് 1 ആണ്. സോ ഏതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ എ ആണ് വരുന്നത്, k ഇൻറ്റു d2 റേസ് ടു 1 എ സ്ക്വയർ. നെക്സ്റ്റ് വൺ, മൊളിക്കുലാരിറ്റി എന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്? ഓപ്ഷൻ എ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം, ഓപ്ഷൻ ബി ഉൽപ്പന്നങ്ങളുടെ എണ്ണം, ഓപ്ഷൻ സി നിരക്ക്, ഓപ്ഷൻ ഡി എനർജി. ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം ഒരു റിയാക്ഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൊളിക്യൂൾസിൻ്റെ എണ്ണമാണ്, റിയാക്റ്റൻ മൊളിക്യൂൾസ് എത്ര ഉണ്ടെന്നുള്ളതാണ് മൊളിക്കുലാരിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തേർഡ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് എന്ത്? റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് കാണാൻ വേണ്ടി എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം, കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ യൂണിറ്റ് വരിക. ഇനി ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ എല്ലാം തന്നെ കോൺസെൻട്രേഷൻ മോൾസ് പെർ ലിറ്ററിലാണ് വരുന്നത്. സോ നമുക്കിവിടെ കോൺസെൻട്രേഷന് പകരം മോൾ പെർ ലിറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് മോളാർ. 1 മൈനസ് n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ആണ്. സോ 3 വരും, സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. സോ മോൾ റേസ് ടു -2, 1 മൈനസ് 3 -2 ആണല്ലോ. പിന്നെ ലിറ്റർ റേസ് ടു -1, ഹോൾ റേസ് ടു -2. സോ അതെന്ത് വരും, ലിറ്റർ സ്ക്വയർ എന്ന് വരും, സെക്കൻഡ് റേസ് ടു -1 എന്ന് വരും. സോ ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് റേറ്റ് എന്ന് പറയുന്നത് k ഇൻറ്റു എ റേസ് ടു ഹാഫ് ബി റേസ് ടു 3/2. റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് കണ്ടെത്തുക. സോ ഇവിടെ നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതായത് റിയാക്ഷൻ്റെ എക്സ്പ്രഷൻ, റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് കാണുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്ത് വരും, ഓർഡർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റ് ലോ എക്സ്പ്രഷൻ, അതാണ് ഓർഡർ. സോ ഇവിടെ ഹാഫ് ആണ് എൻ്റെ പവർ, ദെൻ ബീൻ്റെ പവർ 3/2. സോ നമുക്ക് ടോട്ടൽ 2 വരും. ഇതാണ് നമ്മുടെ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ്, ഇതാണ് റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ കോൺസെൻട്രേഷന് പകരം മോൾസ് പെർ ലിറ്റർ കൊടുക്കാം, റേസ് ടു 1 മൈനസ് 2 സെക്കൻഡ് ഇൻവേഴ്സ്. സോ ഇതെന്ത് വരും, -1 വരും. സോ മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. സോ ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു റിയാക്ഷന് R is equal to K CH3COCH3 റേസ് ടു 3/2 ആണെങ്കിൽ പ്രതികരണത്തിൻ്റെ വേഗത്തിൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റും യഥാക്രമം എന്താണ്? വേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റിൻ്റെ യൂണിറ്റും അതേപോലെ റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റുമാണ് കാണേണ്ടത്. സോ നമ്മളൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഏത് റിയാക്ഷൻ ആണെങ്കിലും, ഏത് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും റേറ്റിൻ്റെ യൂണിറ്റ് സെയിം തന്നെ ആയിരിക്കും. കാരണം അത് കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് നമുക്കറിയാം മോൾസ് പെർ ലിറ്റർ, ദെൻ സെക്കൻഡ്. ഓക്കെ, സോ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റും കൂടി ഒന്ന് നോക്കാം. റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3COCH3 റേസ് ടു 3/2 എന്നാണ്. സോ ഇതൊരു 3/2 ഓർഡർ റിയാക്ഷൻ ആണ്. ഓർഡർ നമുക്ക് കിട്ടി, അതായത് n എന്ന് പറയുന്നത് 3/2 ആണ്. ഇനി റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് എങ്ങനെ കാണാം, കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ്, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് 3/2 എന്ന് പറയുമ്പോൾ എന്ത് വരും, -1/2 എന്ന് വരും സെക്കൻഡ് ഇൻവേഴ്സ്. സോ മോൾ റേസ് ടു -1/2 ലിറ്റർ റേസ് ടു -1 ഹോൾ റേസ് ടു 1/2. സോ ലിറ്റർ റേസ് ടു 1/2 എന്ന് വരും സെക്കൻഡ് ഇൻവേഴ്സ്. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്, മോൾ റേസ് ടു -1/2 ലിറ്റർ റേസ് ടു ഹാഫ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് ഒരു ഫസ്റ്റ് ഓർഡർ പ്രതികരണത്തിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് 231 × 10⁻⁻5 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. 4 ഗ്രാം പ്രതികരണ വസ്തു 2 ഗ്രാമായി കുറയാൻ എത്ര സമയം വേണ്ടിവരും? ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. സോ K is equal to 231 × 10⁻⁻5
സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് റേറ്റ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത്. ഇനി 4 ഗ്രാം പ്രതികരണ വസ്തു, 4 ഗ്രാം റിയാക്റ്റന്റ് 2 ഗ്രാം ആവാൻ എടുക്കുന്ന ടൈം. സോ ആക്ച്വലി ഇത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ പകുതിയായിട്ട് കുറയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇതെന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ടി ഹാഫ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് 0.693 ഡിവൈഡഡ് ബൈ K1. ഇതാണ് ഇക്വേഷൻ വരിക. സോ 0.693 ഡിവൈഡഡ് ബൈ 231 ഇൻറ്റു 10⁻⁻5 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ ഈ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു 231ന്റെ 3 ടൈംസ് ആണ് 693 ആണല്ലോ. അതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 693 ഇൻറ്റു 10⁻⁻3 ഡിവൈഡഡ് ബൈ 231 ഇൻറ്റു 10⁻⁻5. ഓക്കെ, സോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 കിട്ടും. 3 ടൈംസ് ആണ് വരുന്നത്. ഇനി 10⁻⁻5 മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 10⁻⁻5 ഉള്ളത് +5 ആവും. ആ ഒരു +5ഉം ഈ ഒരു -3ഉം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10² എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ത് വരും, 300 സെക്കൻഡ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ആദ്യം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാതെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പവറിന് ആദ്യം സോൾവ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. സോ കാൽക്കുലേഷൻ ടൈം കുറവായിരിക്കും. അടുത്ത ചോദ്യം, ഒരു ഫസ്റ്റ് ഓർഡർ പ്രതികരണത്തിൽ എ gives B 35 ഡിഗ്രി സെൽഷ്യസിൽ വിവിധ സമയങ്ങളിൽ പ്രതികരണ കളത്തിൽ ശേഷിച്ചിരിക്കുന്ന എയുടെ വോള്യങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. സോ ആക്ച്വലി ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം വോള്യൂം ഓഫ് എ റിമൈനിങ്, ഓക്കെ, ബാക്കി എത്ര വോള്യൂം എ ഉണ്ട്, ഓക്കെ, റിമൈനിങ് എന്റെ വോള്യൂംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ റേറ്റ് കോൺസ്റ്റന്റിന്റെ മൂല്യം എത്രയാണ്? ഇത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് ലൈഫ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഇവിടെ 25 ആണ് വോള്യൂം ഓഫ് എ. ഇവിടെ എത്തുമ്പോഴേക്കും അതെന്തായി, 12.5 ആയി, അതായത് നേർ പകുതി ആയല്ലോ. സോ അതിൻ്റെ അർത്ഥം എന്താ, ഇതൊരു ഹാഫ് ലൈഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടി ഹാഫ് ആണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. സോ ടി ഹാഫ് എന്ത് വരും, ടി ഹാഫ് ഫൈനൽ വാല്യൂ, ഫൈനൽ ടൈം, അതായത് 30 മിനിറ്റ് -0 മിനിറ്റ്. സോ 30 മിനിറ്റ് ആണ് ഇവിടുത്തെ ടി ഹാഫ് വരുന്നത്. സോ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനി കാണേണ്ടത് എന്താണ്, റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ്. സോ റേറ്റ് കോൺസ്റ്റന്റ് K1 is equal to 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ ആണിത്. സോ എന്ത് വരും, 0.693 ഡിവൈഡഡ് ബൈ 30 മിനിറ്റ് എന്ന് വരും. ഓക്കെ, സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.0231 മിനിറ്റ് ഇൻവേഴ്സ്. ഇതാണ് വാല്യൂ വരുന്നത്. ഓക്കെ, സോ ആൻസർ എന്ത് വരും, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, താപവും ഉൽപ്രേരകവും അതായത് കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നടക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന പ്രതികരണത്തിൽ ഏത് സാഹചര്യത്തിലാണ് പ്രതികരണത്തിന്റെ ഓർഡർ 0 ശൂന്യം ആകുന്നത്? ഇതാണ് റിയാക്ഷൻ. 2HA gives H2 plus I2. സോ ഇതിൽ ഈ ഒരു റിയാക്ഷൻ 0 ഓർഡർ ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ, അതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഉയർന്ന താപനില, ഹൈ ടെമ്പറേച്ചർ, ദെൻ HIയുടെ ഉയർന്ന പാർഷ്യൽ പ്രഷർ. ഇവിടെ നമ്മൾ ഗേഷ്യസ് റിയാക്റ്റന്റും പ്രൊഡക്റ്റും ആണ് വരുന്നത്. ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേഷനെ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലാണ് പറയാം അല്ലെ, പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലാണ് പറയാം. ഇനി HIയുടെ താഴ്ന്ന പാർഷ്യൽ പ്രഷർ, H2യുടെ ഉയർന്ന പാർഷ്യൽ പ്രഷർ. ആക്ച്വലി ആൻസർ വരുന്നത് നമ്മുടെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെങ്കിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഓക്കെ, സോ HIയുടെ ഉയർന്ന പാർഷ്യൽ പ്രഷർ, വളരെ ഹൈ പാർഷ്യൽ പ്രഷറിൽ നമ്മൾ ഈ ഒരു റിയാക്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് HI raised to 0 എന്ന് വരും. സോ അതൊരു 0 ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ മൊളിക്കുലാരിറ്റി എപ്പോഴും പൂർണ്ണസംഖ്യയാണ്. ഓപ്ഷൻ ബി ഓർഡർ എംപിരിക്കൽ ആണ്. ഓപ്ഷൻ സി മൊളിക്കുലാരിറ്റി നെഗറ്റീവ് ആവാം. ഓപ്ഷൻ ഡി ഓർഡർ ശൂന്യമായിരിക്കാം. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയാക്ഷനിൽ ഒരേ സമയം കൊളിഷനിൽ അതായത് കൂട്ടിമുട്ടലിൽ പങ്കെടുക്കുന്ന റിയാക്റ്റന്റുകളുടെ എണ്ണമാണ് മൊളിക്കുലാരിറ്റി. എത്ര നമ്പർ ഓഫ് മൊളിക്യൂൾസ് ഒരേ സമയം കൊളൈഡ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്, അതാണ് മൊളിക്കുലാരിറ്റി. സോ അതൊരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. കാരണം മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മൊളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മൊളിക്യൂൾസ്, മൊളിക്യൂളിന്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോ, ഇല്ല. സോ മൊളിക്കുലാരിറ്റി നമുക്ക് 0യോ നെഗറ്റീവോ ആവില്ല. അതേസമയം ഓർഡർ എന്ന് പറയുന്നത് റേറ്റ് ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറിന്റെ തുകയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു റേറ്റ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഓർഡർ എന്ന് പറയുന്നത് H+Y ആണ്.
ഓക്കെ, സോ അതാണ് ഓർഡർ വരിക. അതേസമയം മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് റിയാക്ടൻറ്റ് മൊളിക്യൂൾസ് ഉണ്ട്. സോ A+B ആയിരിക്കും വരുന്നത്. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ഓർഡർ എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചതാണ്. മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ വാല്യൂ ആണ്. ഓക്കെ, ഇനി ഓർഡർ 0, ഫ്രാക്ഷണൽ നമ്പറുകൾ, ഇൻ്റഗ്രൽ നമ്പറുകൾ എന്നിവ വരാം. മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റഗ്രൽ നമ്പറുകളാണ്, അതായത് 1, 2, 3 അങ്ങനെയുള്ളതായിരിക്കും വരിക. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു മൊളിക്കുലാരിറ്റി 3 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 3, മൊളിക്കുലാരിറ്റി 3 ഓർ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കാരണം 3 മൊളിക്യൂൾസ് ഒരുമിച്ച് റിയാക്ട് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിടിച്ച് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ മിക്കവാറും കേസിൽ തന്നെ മൊളിക്കുലാരിറ്റി 1 or 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അടുത്തത്, ഒരു രാസപ്രവർത്തനത്തിൽ ഓർഡറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓർഡർ കണ്ടെത്തുന്നത് പരീക്ഷണപരമായാണ്, ഇത് കറക്റ്റാണ്, എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ആണ്. ഓർഡറിന് പ്രതികരണത്തിലെ സ്റ്റോഷിയോമെട്രിക് ഗുണകങ്ങൾ ബാധകമല്ല, ഇത് കറക്റ്റാണ് അല്ലേ. നമ്മുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് അല്ല ആ ഓർഡറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, റാദർ നമ്മുടെ റേറ്റ് ഇക്വേഷനിലുള്ള കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവേഴ്സ് ആണ് നമ്മുടെ ഓർഡറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു റേറ്റ് ഇക്വേഷൻ ആണെങ്കിൽ X+Y ആണ് ഓർഡർ. റിയാക്ഷൻ്റെ ഓർഡർ എന്നത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. റിയാക്ഷൻ്റെ ഓർഡർ എന്നത് റിയാക്റ്റൻറ്റുകളുടെ ഗാഢതകളുടെ പവറുകളുടെ തുകയാണ്. സോ ഇവിടെ ഒരു പവർ എന്നുള്ള ടേം മിസ്സിംഗ് ആണ്. സോ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഇനി ഒരു പ്രതികരണത്തിൻ്റെ ഓർഡർ എപ്പോഴും മുഴുവൻ സംഖ്യ ആയിരിക്കും, ഇത് റോങ് ആണ്. നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, 0 ആകാം, ഫ്രാക്ഷണലും ആകാം. ഓക്കെ, എപ്പോഴും ഇൻ്റഗ്രൽ വാല്യൂസ് തന്നെ വരണം എന്നില്ല. മുഴുവൻ സംഖ്യ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ വാല്യൂസ് തന്നെ വരണം എന്നില്ല. സോ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. അടുത്തത്, റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇരട്ടിയായാൽ ഒരു 0 ഓർഡർ പ്രവർത്തനത്തിൻ്റെ ഹാഫ് ലൈഫ് എന്താകും? സോ ആദ്യം നമുക്ക് 0 ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് അറിയണം, എന്നാലേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളൊരു 0 ഓർഡർ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും അല്ലേ, കോൺസെൻട്രേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇവിടെ ഹാഫ് ലൈഫ് ആണ് ചോദിക്കുന്നത് അല്ലേ. സോ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ആണെങ്കിൽ, A0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമുക്ക് ഹാഫ് ലൈഫ് കഴിയുമ്പോഴേക്കും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് പകുതിയായിട്ട് മാറും. സോ A0/2 ആയിരിക്കും നിലവിലുള്ള കോൺസെൻട്രേഷൻ. സോ ഇത് കണ്ടീഷൻ വരുന്നത് അറ്റ് T = T½ വരുന്ന സമയത്ത്. ഓക്കെ, സോ K0 × T½ എന്ന് എഴുതാം. സോ T½ എന്ന് പറയുന്നത് A0/2K0. സോ ഇതാണ് ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിലുള്ള T½ വരുന്നത്. ഇനി റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇരട്ടിയായാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ഇനീഷ്യൽ T½. ഇനി A0ൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കാം. സോ നമുക്ക് എന്ത് വരും? 2A0 എന്ന് വരും, /2K0 എന്ന് വരും. സോ അതെന്താണ്? ഈ ഒരു T½ ഇരട്ടിയാണല്ലോ. സോ അതെന്താണ്? 2T½ ആയിട്ടാണ് വരുന്നത്. സോ T½ എന്തുവാകും? ഇരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ × 2 ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും T½ എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. അത്രയാണ് ആ ഒരു ആൻസർ വരുന്നത്. അടുത്തത്, ഒന്നാം ഓർഡർ പ്രതിഭാവത്തിന് അർദ്ധായുസ് എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു? അർദ്ധായുസ് എന്ന് പറയുന്നത് T½ ആണ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിലുള്ള T½ ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇതാണ് ഇക്വേഷൻ വരുന്നത്. സോ ശൂന്യമാണ്, ഗാഢതയെ ആശ്രയിച്ചിരിക്കുന്നു, സ്ഥിരമാണ്, ടെമ്പറേച്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു. ആൻസർ വരുന്നത് ഗാഢത എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് അല്ല, കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെയോ 0 അല്ല, എന്തായാലും സ്ഥിരമാണ്. ഇതാണ് ആൻസർ വരിക. കാരണം K1 എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണല്ലേ. റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് റേറ്റ് കോൺസ്റ്റൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ T½ വാല്യൂ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് 1 മിനിറ്റ് ആണെങ്കിൽ റിയാക്ഷൻ 99.9% പൂർത്തിയാവാൻ ആവശ്യമായ സമയം എത്ര? ഇതാണ് ചോദ്യം. സിമ്പിളാണ് ആക്ച്വലി. ഹാഫ് ലൈഫ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഹാഫ് ലൈഫ് എന്തിനാണ് തന്നത്? നമുക്ക് K1 കാണാൻ, അതായത് റേറ്റ് കോൺസ്റ്റന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ലൈഫ് തന്നിരിക്കുന്നത്. സോ 0.693 / T½ ഇതാണ് നമ്മുടെ ഹാഫ് ലൈഫ് K1 തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. സോ 0.693 / 1 മിനിറ്റ്. ഓക്കെ, സോ ആൻസർ എന്ത് വരും? 0.693 മിനിറ്റ് ഇൻവേഴ്സ് എന്ന് വരും. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2.303 log A0 / 80 is equal to K1T. ഇതാണ് ഇക്വേഷൻ.
ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓരോ ടേംസ് അറിഞ്ഞിരിക്കണം. A0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് AT എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് അറ്റ് ടൈം t. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് അറ്റ് ടൈം t എന്ന് പറയുമ്പോൾ ബാക്കി എത്ര A വരുന്നുണ്ട് അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് റിയാക്ഷൻ നടന്ന് ഏതോ ഒരു സമയം T ആവുന്ന സമയത്ത് എത്ര റിയാക്റ്റൻ്റ് ബാക്കിയുണ്ട് അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. K1 റേറ്റ് കോൺസ്റ്റൻറ്റും T ടൈമും ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റിയാക്ഷൻ 99.9% പൂർത്തിയാവാൻ ആവശ്യമായ സമയം എത്ര? അപ്പോൾ സമയമാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. സോ ടൈം എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K1. K1 എന്ന് പറയുന്നത് 0.693 ആണ്. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് A0 എന്ന് പറയുന്നത് നമുക്ക് 100 ആക്കി എടുക്കാം. മാക്സിമം കോൺസെൻട്രേഷൻ ഓർ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആണ്. ബാക്കിയുള്ളതാണെങ്കിലോ 99.9% റിയാക്ട് ചെയ്തു. സോ ബാക്കി വരുന്നത് എന്തായിരിക്കും? 0.1 ആയിരിക്കും. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 1/10 എന്ന് വരും. സോ നമുക്ക് ഈ ഒരു 10നെ മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 ക്യൂബ് എന്ന് വരും. സോ ലോഗ് 10 ക്യൂബ് എന്ന് വരും. ലോഗ് 10 ക്യൂബ് എന്ത് വരും? 3 ലോഗ് 10 ആണല്ലേ. 3 ലോഗ് 10. സോ ലോഗ് 10 നമുക്കറിയാം 1 ആണ്. സോ ആൻസർ 3 എന്ന് വരും. സോ ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2.303 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 0.693. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 മിനിറ്റ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, C14ൻ്റെ റേഡിയോ ആക്റ്റീവ് ക്ഷയത്തിൻ്റെ അർദ്ധായുസ് 5730 വർഷമാണ്. ഒരു സാമ്പിളിൽ 25% C14 ലഭിക്കാൻ എത്ര സമയമെടുക്കും? ആദ്യം തന്നെ ഇതൊരു റേഡിയോ ആക്റ്റീവ് ഡീകേ ആണല്ലേ. റേഡിയോ ആക്റ്റീവ് ഡീകേ ആണ്. റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാം. എല്ലാ റേഡിയോ ആക്റ്റീവ് ഡീകേസും ഓൾവേസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. സോ T½ ആണ് ഇതിൽ തന്നിരിക്കുന്നത്. 5730 എന്ന് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് K1 കാണാം. എന്ത് വരും? 0.693 ഡിവൈഡഡ് ബൈ 5730 എന്ന് വരും. ഓക്കെ, ഇനി ഇക്വേഷൻ എന്ത് വരും? K1 T ഈസ് ഈക്വൽ ടു 2.303 ലോഗ് A0 ബൈ A. ഇതാണ് വരിക. എന്താണ് നമുക്ക് വേണ്ടത്? 25% ബാക്കി ലഭിക്കാൻ എത്ര സമയം എടുക്കും? T ആണ് കാണേണ്ടത്. സോ എന്ത് വരും? 2.303 ഡിവൈഡഡ് ബൈ K1ന് പകരം 0.693 ഡിവൈഡഡ് ബൈ 5730 ലോഗ്. ഇവിടെ എന്താണ്? നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആക്കി എടുക്കാം. ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 25% ആണ് ബാക്കിയുള്ളത്. സോ നമുക്കിവിടെ 25 കൊടുക്കാം. സോ ഇത് നമ്മൾ രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് 4 എന്ന് വരും. ലോഗ് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ലോഗ് 2 എന്ന് എഴുതാം അല്ലേ. കാരണം എന്താ? ലോഗ് A⁻B എന്ന് പറയുന്നത് ലോഗ് A⁻B ഈസ് ഈക്വൽ ടു B ഇൻറ്റു ലോഗ് A. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. സോ ലോഗ് 2² എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ലോഗ് 2 അങ്ങനെ വരും. സോ 2 ലോഗ് 2 എന്ന് വരും. ലോഗ് 2ൻ്റെ വാല്യൂ എന്താണ്? 0.3 ആണ് ലോഗ് 2ൻ്റെ വാല്യൂ. സോ 0.6 എന്നാണ് ഇവിടെ നമുക്ക് ആൻസർ വരിക. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.6 വരും. സോ ഇതെല്ലാം കൂടി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2.303. ഇനി ഈ ഒരു 5730 മേലെ വരും. 5730 ഡിവൈഡഡ് ബൈ 0.693. ഇനി ഈ ഒരു ലോഗ് 4ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0.6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 11,460 ഇയേഴ്സ്. ഇത്രയും ഇയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ K1 കാണുന്ന സമയത്ത് 5730 ഇയേഴ്സിലല്ലേ വരുന്നത്. സോ ഇയേഴ്സിൽ വരുമ്പം നമുക്കിവിടെ ഇയർ ഇൻവേഴ്സിലാണ് K1ൻ്റെ യൂണിറ്റ് വരിക. അതുകൊണ്ടാണ് ഫൈനൽ യൂണിറ്റ് നമുക്ക് ഇയേഴ്സിൽ വന്നത്. സോ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റിന് എപ്പോഴും ഒരു കണ്ണ് വേണം. കാരണം നമുക്ക് സംടൈംസ് ഓപ്ഷൻസിൽ നമുക്ക് ചിലപ്പം വേറെ യൂണിറ്റിലായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റനിൽ ഏത് യൂണിറ്റ് ആണ് വന്നത്, അതേപോലെ ഓപ്ഷൻസിൽ സെയിം യൂണിറ്റ് ആണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് വെരിഫൈ ചെയ്യാം. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, കൊലിഷൻ തിയറി അനുസരിച്ച് രാസപ്രതികരണത്തിന് ആവശ്യമായ 2 അവശ്യ ഘടകങ്ങൾ. ഓപ്ഷൻ എ ടെമ്പറേച്ചറും ബലവും, ഓപ്ഷൻ ബി ശരിയായ എനർജിയും ശരിയായ ഓറിയന്റേഷനും, ഓപ്ഷൻ സി pHഉം ഗാഢതയും, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ശരിയായ എനർജി, പ്രോപ്പർ എനർജി ആൻഡ് പ്രോപ്പർ ഓറിയന്റേഷൻ. അതാണ് നമ്മുടെ കൊലിഷൻ തിയറി പ്രകാരം ഒരു റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള 2 ഘടകങ്ങൾ, 2 കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ഏതെങ്കിലും രാസപ്രഭാവത്തിന്റെ ആക്ടിവേഷൻ എനർജി കണക്കാക്കാൻ താഴെ പറയുന്നവയിൽ ഏത് മൂല്യമാണ് അറിയേണ്ടത്? സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് താപനിലയിലുള്ള റേറ്റ് കോൺസ്റ്റന്റ്, അതായത് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, അതാണ്. ഇനി കൂട്ടിയിടിയുടെ സാധ്യത,
അത് പറയുന്നത് കൊലിഷൻ പ്രോബബിലിറ്റി, എത്രമാത്രം കൊലിഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്, അതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പ്രതികരിക്കുന്ന അണുക്കളുടെ കൂട്ടിയിടിയിലുള്ള ഓറിയന്റേഷൻ ഓഫ് ദി മോളിക്യൂൾ വൈൽ കൊളൈഡിങ് ആൻഡ് വ്യത്യസ്ത താപനിലകളിലുള്ള രണ്ട് റേറ്റ് കോൺസ്റ്റന്റ്. ആക്ച്വലി ആൻസർ വരുന്നത് ഇതാണ്. കാര്യം നമുക്ക് ആക്ടിവേഷൻ എനർജി ആണ് കാണേണ്ടത് അല്ലേ. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് EA ആണ്. സോ ഈ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുകളിലുള്ള രണ്ട് റേറ്റ് കോൺസ്റ്റൻസ് അറിയാമെങ്കിൽ, അതായത് T1 ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് K1 ഉം T2 എന്ന് പറയുന്ന വേറൊരു ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് K2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EA സോൾവ് ചെയ്യാൻ പറ്റും, ബാക്കിയെല്ലാം അറിയെങ്കിൽ. സോ രണ്ട് വ്യത്യസ്ത താപനിലകളിലുള്ള രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് ചുവടെയുള്ള LNK വേഴ്സസ് 1/T പ്ലോട്ടുകളിൽ അരീനിയസ് ഇക്വേഷനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? സോ LNK വേഴ്സസ് 1/T ഇതാണ് പ്ലോട്ട്. ആദ്യം തന്നെ അരീനിയസ് ഇക്വേഷൻ എന്ത് വരും? K is equal to AE raised to minus EA by RT എന്ന് വരും. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ നാച്ചുറൽ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ LNA മൈനസ് EA by RT എന്ന് വരും. സോ നമ്മുടെ പ്ലോട്ട് ഏതാണ്? LNK വേഴ്സസ് 1/T ആണ് അല്ലേ. സോ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് y is equal to C plus mx എന്ന് പറയുന്ന ഫോമിലാണ്. ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? -EA/r ആണ് വരിക. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് yക്ക് പകരം നമുക്ക് ഇവിടെ LNK കൊടുക്കാം, xന് പകരം 1/T കൊടുക്കാം. സോ ഇവിടെ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് -EA/r ആണ്. സോ താഴേക്കാണ് വരിക. സോ ഇതാണ് നമ്മുടെ സ്ലോപ്പ്, m is equal to -EA/r എന്ന് വരും. y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു C വാല്യൂ എത്രയാ? LNA ആണ്. സോ LNA ഇതാണ് നമ്മുടെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. ഈ ഒരു പ്ലോട്ടാണ് നമുക്കിവിടെ മാച്ചിങ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ D is the right answer. നെക്സ്റ്റ് വൺ, ട്രാൻസിഷൻ സ്റ്റേറ്റ് സിദ്ധാന്തം, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പ്രകാരം ഒരു രാസപ്രതികരണം കടന്നു പോകുന്നത് താഴെ പറയുന്ന ഏത് ഘട്ടങ്ങളിലൂടെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റിയാക്ടൻസ് ടു പ്രൊഡക്ട്സ് ടു ആക്ടിവേഷൻ കോംപ്ലക്സ്, ഓപ്ഷൻ ബി റിയാക്ടൻസ് ടു പ്രൊഡക്റ്റ്, ഓപ്ഷൻ സി റിയാക്ടൻറ്റ് ടു ആക്ടിവേഷൻ കോംപ്ലക്സ് ടു പ്രൊഡക്റ്റ്, ഓപ്ഷൻ ഡി റിയാക്ടൻസ് ടു ആക്ടിവേഷൻ കോംപ്ലക്സ് പ്രൊഡക്ട്സ് ടു ആക്ടിവേഷൻ കോംപ്ലക്സ് ടു പ്രൊഡക്ട്സ്. സോ റൈറ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. സോ നമുക്കൊരു റിയാക്ടൻ്റ് ഉണ്ടെങ്കിൽ അതൊരു ആക്ടിവേഷൻ കോംപ്ലക്സ് വഴി പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് പറയുന്നത്. സോ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് കിട്ടുന്നത്. അടുത്തത്, ഹേബർ പ്രക്രിയയിലൂടെ NH3 നിർമ്മിക്കപ്പെടുമ്പോൾ MO-നും CO-നും പ്രതികരണ നിരക്കിൽ എന്താണ് സ്വാധീനം? നമുക്കറിയാം ഹേബേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, അതായത് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് അമോണിയ കിട്ടുന്ന ഒരു റിയാക്ഷൻ ആണ് നമ്മുടെ ഹേബേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. എല്ലാം തന്നെ ഗേഷ്യസ് റിയാക്റ്റൻറ്റും ഗേഷ്യസ് പ്രൊഡക്റ്റും ആണ്. സോ ഈ ഒരു റിയാക്ഷൻ്റെ നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അയേൺ ആണ്. Fe ആണ് കാറ്റലിസ്റ്റ്. അതേപോലെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്, റിയാക്ഷൻ്റെ റേറ്റിനെ കൂട്ടാൻ സഹായിക്കും, മോളിബ്ഡിൻ ആണ്. അതേപോലെ കാറ്റലിറ്റിക് പോയിസൺ എന്ന് പറയുമ്പം റിയാക്ഷൻ്റെ റേറ്റിനെ ഒന്ന് സപ്രസ് ചെയ്യുന്ന ആളാണ്. സോ അത് ആരാണ്? CO ആണ്. സോ ബേസിക്കലി പ്രൊമോട്ടർ റേറ്റിനെ കൂട്ടുകയാണ് ചെയ്യുക, അതേസമയം പോയിസൺ റേറ്റിനെ കുറക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ MO-നും CO-നും ഉള്ള സ്വാധീനം എന്ന് പറയുന്നത് റേറ്റ് വർദ്ധിപ്പിക്കുന്നു, അതേപോലെ റേറ്റ് കുറക്കുന്നു. നെക്സ്റ്റ് വൺ, കാറ്റലിസ്റ്റ് ഒരു രാസപ്രതിഭാവത്തിൽ എന്തിനെ സ്വാധീനിക്കുന്നു? കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പം എന്തിലാണ് ഡിഫറൻസ് വരുന്നത്? ഓപ്ഷൻ എ ΔH, അതായത് എൻതാൽപ്പിയിലാണ് ഡിഫറൻസ്. ദെൻ ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം, ദെൻ ആക്ടിവേഷൻ എനർജി, ഓപ്ഷൻ ഡി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആൻസർ എന്താണ്? ആക്ടിവേഷൻ എനർജി ആണ്. കാറ്റലിസ്റ്റ് ശരിക്കും ആക്ടിവേഷൻ എനർജി കുറക്കുകയാണ് ചെയ്യുന്നത്, ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി കുറക്കും. സോ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റിൽ നിന്നും എത്രമാത്രം എനർജി ആവശ്യമാണ്, ഇതാണ് നമ്മുടെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ദി എക്സ്ട്രാ എനർജി റിക്വയർഡ് ബൈ ദി റിയാക്റ്റൻറ്റ് ടു മേക്ക് ദ പ്രൊഡക്റ്റ്, അതാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. സോ നമ്മുടെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യും? കുറയുമ്പം കൂടുതൽ മൊളിക്യൂളിന് ഈ ഒരു എനർജി അറ്റൈൻ ചെയ്യാൻ പറ്റുകയും അങ്ങനെ നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ആക്ടിവേഷൻ എനർജി കുറയുന്ന സമയത്ത് മോർ മൊളിക്യൂൾസ് അണ്ടർഗോ കൊളിഷൻ ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി better product formation or the rate of the reaction increases. So activation energy കാണ് ചേഞ്ച് വരുന്നത്.
അടുത്തത് SO2 plus O2 gives SO3. ഇതാണ് കോണ്ടാക്ട് പ്രോസസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന പ്രതികരണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം, അതായത് കാറ്റലിസ്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഹേബേഴ്സ് പ്രോസസ്സിൽ നമ്മൾ കണ്ടു അയൺ കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിലിനെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗീ ആക്കി മാറ്റുന്നത് വനസ്പതി ഗീ. ഓക്കെ, വനസ്പതി ഗീ ആക്കി മാറ്റുമ്പോൾ അത് സാച്ചുറേറ്റഡ് ഫോമിലേക്ക് വരും. ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്കൽ കാറ്റലിസ്റ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഹെട്രോജീനിയസ് കറ്റാലിസിസിന് ഉദാഹരണമല്ലാത്തത്? അതാണ് ചോദ്യം. സോ ഓപ്ഷൻ എ ഹേബർ പ്രക്രിയ, ഓപ്ഷൻ ബി കൽക്കരി ജ്വലനം, ഓപ്ഷൻ സി വെജിറ്റബിൾ ഓയിലിന്റെ ഹൈഡ്രോജനേഷൻ, ഓപ്ഷൻ ഡി ഓസ്വാൾഡ് പ്രക്രിയ. സോ ഈച്ച് വൺ ഓഫ് ദം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹേബേഴ്സ് പ്രോസസ്സ് നമ്മളിപ്പോൾ കണ്ടതാണ്, അയൺ കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹെട്രോജീനിയസ് കറ്റാലിസിസിൽ നമുക്ക് എന്ത് വരും, ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നതെങ്കിലും ഡിഫറെൻ്റ് ആവണം. ഇവിടെ എല്ലാം തന്നെ ഗാഷ്യസ് സ്റ്റേറ്റിലും അതേസമയം അയൺ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് അയൺ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുമാണ്. സോ ഇതൊരു ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. അടുത്തത് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ഗീ ആയി മാറുന്ന റിയാക്ഷൻ ആണ്. ഇവിടെ നമുക്ക് എന്താണ് ലിക്വിഡ് ആയിട്ടുള്ള ഓയിൽ സോളിഡ് ആയിട്ടുള്ള ഗീ ആയിട്ടാണ് മാറുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി കാറ്റലിസ്റ്റ് നിക്കൽ. സോ ഇതും ഒരു ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. സോ ഇവിടെ നമ്മുടെ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ഒക്കെ മീഡിയം ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്, ആ ഒരു സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അടുത്തത് ഓസ്വാൾഡ് പ്രോസസ്സ്. അത് നമ്മുടെ ചെയ്യുന്നത് അമോണിയനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് ആക്ച്വലി നമുക്ക് നൈട്രിക് ആസിഡ് കിട്ടുന്ന ഒരു റിയാക്ഷൻ ആണ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്ലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഗേഷ്യസ് റിയാക്ടൻറ്റും അതേപോലെ കാറ്റലിസ്റ്റ് സോളിഡ് ആയിട്ടാണ് വരുന്നത്. സോ ഇതൊരു ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. അടുത്തത് കമ്പഷൻ ഓഫ് കോളിൻ്റെ ബേണിംഗ്. സോ ഇതൊരു റിയാക്ഷൻ വളരെ ഈസി ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടെ എല്ലാം തന്നെ എന്താണ് സെയിം മീഡിയത്തിലാണ് വരുന്നത്. സോ ഇതിൽ നമ്മൾ കാറ്റലിസ്റ്റ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഈ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഹെട്രോജീനിയസ് കറ്റാലിസിസിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? കൽക്കരി ജ്വലനം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, എൻസൈമുകളെ കുറിച്ചുള്ള താഴെ കാണുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ എ എൻസൈമുകൾ ഓരോ റിയാക്ടന്റിനും സബ്സ്ട്രേറ്റിനും പ്രത്യേകമാണ്. ഓപ്ഷൻ ബി എൻസൈമുകൾ ബയോ കാറ്റലിസ്റ്റുകൾ അതായത് ജീവ ഉൽപ്രേരകങ്ങളാണ്. ഓപ്ഷൻ സി രാസ ഉൽപ്രേരകങ്ങളെ പോലെ എൻസൈമുകളും ജൈവ പ്രക്രിയകളുടെ ആക്ടിവേഷൻ ഊർജ്ജം കുറയ്ക്കുന്നു. ഓപ്ഷൻ ഡി എൻസൈമുകൾ പോളിസാക്കറൈഡുകളാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം എൻസൈമുകൾ പോളിസാക്കറൈഡ്സ് അല്ല. പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ അതല്ല, പ്രോട്ടീൻസ് ആണ് വരുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും തന്നെ കറക്റ്റ് ആണ്. എൻസൈമുകൾ ഓരോ റിയാക്ടന്റിനും സബ്സ്ട്രേറ്റിനും പ്രത്യേകമാണ്. ഇതൊരു റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എൻസൈമുകൾ ബയോ കാറ്റലിസ്റ്റുകളാണ്, അതും കറക്റ്റ് ആണ്. ആൻഡ് രാസ ഉൽപ്രേരകങ്ങളെ പോലെ അതായത് കെമിക്കൽ കാറ്റലിസ്റ്റിനെ പോലെ ഈ ഒരു ബയോ കാറ്റലിസ്റ്റും ജൈവ പ്രക്രിയകളുടെ ആക്ടിവേഷൻ ഊർജ്ജം കുറയ്ക്കുന്നു, ഇതും ശരിയാണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2NO plus Cl2 gives 2NOCl എന്ന പ്രവർത്തനത്തിന്റെ വേഗനിരക്ക് ചുവടെയുള്ള സമവാക്യം പ്രകാരം നൽകിയിരിക്കുന്നു. ഇതാണ് റേറ്റ് ഇക്വേഷൻ വരുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് കൂട്ടാൻ കഴിയുക എങ്ങനെയാണ്? ഓപ്ഷൻ എ NOയുടെ സാന്ദ്രത വർദ്ധിപ്പിച്ചാൽ, ഓപ്ഷൻ ബി Cl2യുടെ സാന്ദ്രത വർദ്ധിപ്പിച്ചാൽ, ഓപ്ഷൻ സി താപനില വർദ്ധിപ്പിച്ചാൽ, ഓപ്ഷൻ ഡി ഇവയെല്ലാം ചെയ്താൽ. ആക്ച്വലി റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെയാണ് കൂട്ടാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. നമ്മളോട് അഥവാ റേറ്റ് ആണ് കൂട്ടാൻ പറ്റുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമുക്ക് NOന്റെ കോൺസെൻട്രേഷനും അതേപോലെ Cl2ന്റെ കോൺസെൻട്രേഷനും കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റേറ്റ് കൂടും. കാരണം റേറ്റ് എക്സ്പ്രഷനിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? റേറ്റ് കോൺസ്റ്റന്റിനെ എങ്ങനെ കൂട്ടാന്നുള്ളതാണ്. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? K is equal to A e raised to minus EA by RT. ഇതാണ് അരീനിയസ് ഇക്വേഷൻ പ്രകാരമുള്ള റേറ്റ് കോൺസ്റ്റന്റ്. സോ നമ്മളിവിടെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? EA by RT എന്ന് പറയുന്ന വാല്യൂ കുറയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് വരും? E raised to minus EA by RT എന്നുള്ള വാല്യൂ കൂടുകയാണ് ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് മൈനസ് ആണല്ലേ. സോ അതിന് വിപരീത എഫക്റ്റ് ആണ് വരിക. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ഒരു വാല്യൂ കൂടും, അങ്ങനെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കൂടുകയാണ് ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ്, ടെമ്പറേച്ചർ കൂട്ടിയാലാണ് നമുക്ക് അതായത് ഈ ഒരു റേറ്റ് കോൺസ്റ്റന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. സോ ഇത്രയാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. സോ കെമിക്കൽ കൈനറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു റിവിഷൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ബാക്കി ടോപ്പിക്കുകളുടെ വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് നോക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.